ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ ഇവിടെ ചർച്ചുണ്ട് കേട്ടോ, സെൻറ്റ് അൽഫോൺസ ചർച്ച്. ഈ ചർച്ചിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഒരു അൽഫോൺസ ഫെസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു 6 മന്ത് ബാക്കാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചർച്ച് സെബാസ്റ്റ്യാനോസിൻ്റെ ഫീസ്റ്റാണ് കേട്ടോ, സെൻറ്റ്. അപ്പം ചെന്ന പാടെ അവിടെ ബാൻഡ് മേളയായിരുന്നു. ബാൻഡ് മേള എന്ന് പറഞ്ഞാൽ ഇത് ബാൻഡ് മേളയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഈ തൃശ്ശൂർ പൂരം പോലെ ഒന്നും ഉണ്ടാവില്ല, ചെറിയ ഇത് സെറ്റിങ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് പള്ളിയുടെ മുൻവശം കേട്ടോ. ഇപ്പുറത്തേക്ക് ഞാനുണ്ടല്ലോ എന്തെന്നറിയോ, 4:30 മാസ്. ഞാൻ 4:15 അവിടെ ചെന്നു. അപ്പോൾ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മാതാവിനെ സെബാസ്റ്റ്യാനോസിനെയൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതുകൊണ്ട് എനിക്കെല്ലാം കാണാൻ പറ്റി. ഞാനുണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണോ 2 മണി വരെ ഡ്യൂട്ടി ഉണ്ടല്ലോ, പോണോ എന്നിങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇന്ന് ഫീസ്റ്റ് അല്ലേ, പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചാടി എണീറ്റ് കുളിച്ച് റെഡിയായി ഒരൊറ്റ ഓട്ടമായിരുന്നു. എനിക്ക് 4 ഞാൻ വിചാരിച്ചു, ഞാൻ ലേറ്റായി നോർത്താ ചെന്നേ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടില്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കാരണം അവിടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുക, പ്രെയറല്ല അത് നമ്മൾ പറയും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിക്കകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, പള്ളി വേറെ ചെയറും ഞാനും മാത്രമേ ഉള്ളൂ, ആരും വന്നില്ലല്ലോ. ഞാൻ നേരത്തെ കയറി സ്ഥലം പിടിച്ചു. എനിക്ക് ആദ്യം കുർബാന കാണുമെന്ന് വിചാരിച്ച് ഞാൻ കയറിയിരുന്നത്. ഇത് കണ്ടോ, പള്ളി നല്ല ബ്യൂട്ടിഫുൾ പള്ളി കേട്ടോ. ഇതിൻ്റെ ഇൻസൈഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ലൈറ്റ് എല്ലാം ആയിട്ട് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന പോലുള്ള ഒരു ഇതാണ് കേട്ടോ. അന്ന് പറയാം അങ്ങനെയല്ല, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തന്നെ. ഇപ്പോഴത്തെ ലൈറ്റ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. മദ്ബഹയൊക്കെ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അതിന് ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുക. ഇനി നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. എൻ്റെ ഇപ്പോൾ കണ്ടില്ലേ ക്രൂസിഫൈ ആയിട്ട് ജീസസ് ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ ഏഞ്ചൽസ് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടി പോലെ, കുഞ്ഞ് ജനിച്ച ന്യൂ ബോൺ ബേബി പോലെ. അപ്പോൾ പുറത്തൊക്കെ എല്ലാവരും റെഡിയാണ്. അപ്പം റാലി തുടങ്ങാൻ സമയമായി. അപ്പം നമ്മളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ക്യാൻഡിലൊക്കെ ഉണ്ട് കണ്ടോ. ഇപ്പം പ്രദക്ഷിണം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകുന്നു ഇപ്പം നമ്മളെല്ലാവരും. എനിക്ക് അവിടെ നിന്ന് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ എന്തോ പോലെ അവിടെ നിന്ന് എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ഓർത്തിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കുറേ പേര് വേറെ ആൾക്കാരുണ്ടായിരുന്നു കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പം നമ്മൾ അവരോട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കത്ര ഇത് വരില്ല. അപ്പം നോക്കി എല്ലാവരും ഇറങ്ങി, എല്ലാവരും ക്യാൻഡിൽ എടുക്കുകയാണ്. ഞാൻ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കണ്ടേ. അപ്പം ഞാൻ ഏറ്റവും മുന്നിൽ നമ്മളെങ്ങനെ പാസ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര റഷാണ്. കാരണം ചെറിയ റോഡാണ് കേട്ടോ. നമുക്കറിയാമല്ലോ ഇവിടെ ബാംഗ്ലൂരൊക്കെ പാരൽ റോഡാണ്. അപ്പം നമുക്ക് ലിമിറ്റേഷനൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ പോകാനായിട്ട്. അപ്പം അധികം സൗണ്ടൊന്നും പാടില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി നമ്മൾ തിരിച്ച് നമ്മൾ പിന്നെ പള്ളിയിലേക്ക് വരും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ഇത് കണ്ടോ, കുരിശ് കണ്ടോ, നല്ല വെള്ളി, നല്ല ഭംഗിയാട്ടോ, നല്ല തിളക്കം രാത്രിയിൽ കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. ജീസസിൻ്റെ സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരില്ലേ. അപ്പോൾ ഇത് മാതാവിനെയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ പ്രദക്ഷിണം. അതിനൊരു ഭാഗം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം മുന്നോട്ട് വന്ന് നമ്മളെങ്ങനെ തള്ളിക്കൊണ്ട് പോകാം. കാരണം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രാഫിക്കൊക്കെയാണ് ഫുള്ള് ട്രാഫിക്കും പോലീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസൊക്കെ ആയിട്ട് ഇത് റോമൻ കാത്തലിക്കിൻ്റെ തന്നെയാണ്. ഈ സറൗണ്ടിൽ നമുക്ക് ഉള്ള പള്ളി എന്ന് പറയുമ്പോൾ ഈ അൽഫോൺസ ചർച്ച് മാത്രമാണ് കേട്ടോ. ഇവിടെ എത്ര ഇടവകാന്ന് പറയാൻ എനിക്ക് അറിയില്ല, അധികം പേരൊന്നുമില്ല കേട്ടോ. ബട്ട് ഇതാണ് മാതാവിൻ്റെ, കണ്ടില്ലേ മാതാവിൻ്റെ ഫോട്ടോ വന്ന് നല്ല സൂപ്പർ സുന്ദരി മാതാവ്, മേരിയും മാതാവ് നിൽക്കുന്നു. മാതാവിനെ കൂടെ പ്രദക്ഷിണം കഴിഞ്ഞ് പള്ളി ഉള്ളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. നല്ല വെയിറ്റാണ് കേട്ടോ. ഈ ബോയ്സൊക്കെ മാറിയാണ് എടുക്കുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം കുറേ പേരുണ്ട് ഇവിടെ. എപ്പോഴും ലാസ്റ്റ് നമുക്ക് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചിൽ ഞാൻ ഇതുവരെയും കണ്ടില്ല ഫുഡ് കൊടുക്കുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അവിടെയൊന്നും കൊടുക്കില്ല, എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഏത് അമ്പലത്തിൽ ചെന്നാലും എപ്പോഴും നമുക്ക് നേർച്ചയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രസാദം കിട്ടും. ബട്ട് നമ്മുടെ ക്രിസ്ത്യൻസ് യൂഷ്വലി കുറേ അത്ര സ്ഥലങ്ങളിലൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. അപ്പം ഇവിടെയൊക്കെ റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പം കണ്ടോ എല്ലാവരും നമ്മുടെ മുത്തുക്കുട എന്നല്ലേ പറയാം. അപ്പം ഞാൻ മുന്നിൽ പോയി ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. കാരണം അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് എനിക്ക് വീഡിയോ കിട്ടില്ല. നേരെ പോയി സ്റ്റെപ്പിൻ്റെ അവിടെ കയറി ഞാൻ വീഡിയോ എടുത്തു. ഇത് മുത്തുക്കുട, ആരുടെയോ മുത്തുക്കുടയാണ് കേട്ടോ.
ഞാൻ ഈ വീഡിയോ ടോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തത്. ഇത് ഞാൻ കഴിക്കുന്ന നേർച്ചയാണേ. അരിയായിരുന്നു കേട്ടോ, നേർച്ച അരി വറുത്തത്. അപ്പം നമ്മൾ കഴുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അവിടുത്തെ ഒരു പള്ളിയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ശിവ നീ അങ്ങോട്ടെല്ലാം പോയിട്ട് വീഡിയോ എടുക്കുമോ, വീഡിയോ എടുത്തെല്ലാം യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ അൽഫോൺസ ഫീസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ. അതുകൊണ്ട് അവർക്കതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ, അവർക്കെല്ലാം കാണാനോ നമ്മുടെ പള്ളിയും ഒക്കെ കാണാലോ. ഇതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനും കുറച്ച് കൂടിയും തോന്നുന്നത് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഏജ്ഡ് ഉള്ളവരൊക്കെ ഞാൻ പുഷ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കളിക്കുന്നു പറഞ്ഞ്. അപ്പം ഇത് ഏത് മേളമാണ്, പഞ്ചാരി മേളമെന്നോ ഏത് മേളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ ചെണ്ട കൊടുത്തതിനെ കുറിച്ച് അത്ര പരിചയമില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ വലിയ പൂരമൊന്നുമില്ല, ആകെ കുറച്ച് ചെണ്ടക്കാരൊക്കെ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെയാണ് കിട്ടുന്നൊരു വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന. ഇപ്പം ഇനിയൊരു മാതാവിൻ്റെ മേരിയുടെ ഫീസ്റ്റും വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കളിക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രം നോക്കി നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ. കാരണം ഈ പ്രാവശ്യം എനിക്ക് പരിചയമുള്ളവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലം മാറിപ്പോയി. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ അവൾ വന്നേനായിരുന്നു. അങ്ങനെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ അറിയുന്നവരാരില്ല, അതുകൊണ്ട് ഞാനൊരു കോർണറിൽ പോയിട്ട് ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്ത്. എന്നാൽ അവിടെയുള്ള പള്ളിയിലെ മീൻസ് ട്രഷറും അവരെല്ലാം എനിക്കറിയാം, പക്ഷേ അവരോടൊന്നും നമുക്കങ്ങനെ പോയി മിണ്ടാനൊന്നും പറ്റില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കളിക്കും. നമുക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്നേഹവിരുന്ന് പറയും. നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു, കപ്പയും ബീഫുമാണ്. ബട്ട് ബീഫ് കഴിക്കാത്ത ഞാൻ വെറും കപ്പയാണ് മാത്രം വാങ്ങിച്ച് കഴിച്ചത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. കപ്പ മാത്രം കഴിച്ച ഞാൻ. ബൈ ബൈ, ടേക്ക് കെയർ.